ഈ നമ്മുടെ മാത്രം രാത്രി ശുഭമായാൽ മതി എന്ന് തോന്നുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ജനാലവാതിലിനപ്പുറം പടരുന്ന നല്ല തണുപ്പൊക്കെ ഉള്ള സന്ധ്യയിലേക്ക് മുഖം ചേർത്ത് ഒരു മൂളിപ്പാട്ടൊക്കെ പാടി എന്തെങ്കിലുമൊക്കെ കഥയൊക്കെ പറഞ്ഞ് നമുക്ക് സന്തോഷമായിട്ട് പിരിയായിരുന്നു. പക്ഷേ എത്രയെല്ലാം കണ്ണടച്ചാലും എന്ത് മൂളിപ്പാട്ട് മനസ്സിൽ ഓർമ്മിക്കാൻ ശ്രമിച്ചാലും എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നിന്ന് ആ കുഞ്ഞുങ്ങളുടെ മുഖം മായൂല, അത് ഉറപ്പാണ്. ആ കൈ ചൂണ്ടിയുള്ള കുട്ടിയുടെ സംസാരം, ഏങ്ങലടിക്കുന്നത്, കാര്യങ്ങൾ വിവരിക്കുന്നത്, അനിശ്ചിതത്വം എല്ലാം. ഇപ്പോൾ കുട്ടികൾക്ക് വീടായില്ലേ അതായില്ലേ, ഇതൊന്നും അല്ലല്ലോ. കുട്ടികളുടെ നഷ്ടം എന്താണെന്നുള്ളത്, ആരാണ് നഷ്ടപ്പെടുത്തിയത് എന്നതിനെക്കുറിച്ച് പലതരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആ സ്ത്രീ വന്നിട്ട്, ആ കേസ് കൊടുത്ത വസന്ത എന്ന സ്ത്രീ വന്നിട്ട് എന്തായാലും ശരി, ഇത് ഈ വസ്തുവിൻ്റെ നിയമപരമായ എല്ലാ അവകാശവും എനിക്കുണ്ട്, അതുകൊണ്ട് അത് നിയമ പോരാട്ടം തുടരുമെന്ന് ആവർത്തിക്കുന്നുണ്ട്. യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ സുഹൃത്തു മാധ്യമപ്രവർത്തകമായ ശ്രീലാപിള്ള അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് ഒരു ഹരിജൻ കോളനിയിൽ ഇവർക്ക് എങ്ങനെയാണ് സ്ഥലം സ്വന്തമാക്കാൻ കഴിയുക, അതിൻ്റെ നിയമവശം എന്താണ് എന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റു ചിലരാകട്ടെ പോലീസ് ജപ്തി എന്ത് തന്നെയാണെങ്കിലും അതിവൈകാരികതയല്ലേ കാട്ടിയത് എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത്, ഇങ്ങനെ പലതരം ചോദ്യം ചെയ്യലുകളും വിശകലനങ്ങളും ചർച്ചകളും എല്ലാം കേട്ടാലും മനസ്സിൽ എന്നാലും അങ്ങനെ ആകാമായിരുന്നോ എന്ന ചോദ്യത്തിൻ്റെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് പോലീസ് തന്നെയാണ്, എന്നെ സംബന്ധിച്ചെങ്കിലും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ എൻ്റെ രാമേന്ദ്രൻ IPS എഴുതിയ കുറ്റാന്വേഷണത്തിൻ്റെ കാണാപ്പുറങ്ങൾ പോലീസ് ഡയറി എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരുന്നത് കൊണ്ടും കൂടെ ആയിരിക്കും. അതിൽ നിന്നൊരു ഭാഗം വായിക്കാമേ. പോലീസിനെ കുറിച്ചാണ്. പോലീസിൻ്റെ പരമമായ കർമ്മം ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയാണ്. താൻ സംരക്ഷിക്കപ്പെടുന്നു എന്ന തോന്നൽ ജനങ്ങളിൽ ഉരുത്തിരിഞ്ഞാൽ തന്നെ തങ്ങളുടെ ദൗത്യം ഒരു പരിധിവരെ നിറവേറ്റി എന്ന് അനുമാനിക്കാം. നിയമം അനുശാസിക്കുന്ന മേഖലയ്ക്ക് അപ്പുറത്തേക്ക് തങ്ങൾ ചലിച്ചുകൂടാ എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ കരുതേണ്ടതില്ല. ജനങ്ങളുടെ കണ്ണുനീരൊപ്പാൻ, അവർക്ക് സാന്ത്വനം പകരാൻ ചിലപ്പോൾ നിയമത്തിന് അതീതമായും അവർക്ക് സഞ്ചരിക്കേണ്ടി വരും. കണ്ണുനീരൊപ്പാൻ, അല്ലാതെ ഇതുപോലെയല്ല. ഒരു ഗൃഹനാഥൻ്റെ സ്ഥാനത്ത് നിന്ന് പ്രവർത്തിക്കേണ്ടി വരുന്ന അവസരങ്ങൾ പോലും ഈ പോലീസ് ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. ഗൃഹനാഥൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെയാണല്ലോ ഇവിടെ പോലീസ് പ്രവർത്തിച്ചത്. പക്ഷേ അതിൽ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയൊരു കാര്യം ഇനി ആവർത്തിക്കില്ല എന്നൊന്നും നമുക്കാർക്കും ഒരു ഉറപ്പുമില്ല എന്ന്. അതിന് പല സാഹചര്യമുണ്ട്. ഒന്ന്, ഇപ്പോഴത്തെ ഈ ഇതിൽ നമ്മളിത് ഓർക്കുകയല്ലാതെ ഇനി അടുത്തൊരു അവസരം വരുന്നതിനെ വരെയും അത് കഴിയുമ്പോൾ വീണ്ടും അന്നൊരു കുട്ടി എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കുകയുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല, നമ്മൾ ഓരോ വാർത്ത കാണുമ്പോഴും അതിൻ്റെ പിന്നാലെ കുറേ വൈകാരികത കാണിക്കുന്നത് നമ്മൾ തന്നെയാണ്. അതിനുശേഷം വേണ്ടത്ര ഒരു ആക്ഷൻ എടുക്കാതെ അതിനെ വിടുന്നതും നമ്മൾ തന്നെയാണ്. കാരണം ഇതിനോടൊപ്പം തന്നെ ഈ പുസ്തകത്തിലെ വേറൊരു സംഭവം കൂടി ഞാൻ ഒന്ന് ചെറുതായി സൂചിപ്പിക്കാം. വായിക്കുന്നില്ല. അതെന്താന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ ആ പുസ്തകത്തിൽ എഴുതിയ ഒരു കാര്യമാണ്. ഒരിക്കൽ പോലീസ് കൺട്രോൾ റൂമിൽ ഇവർക്കൊരു ഫോൺ ലഭിച്ചപ്പോൾ കോട്ടയത്തിനടുത്തൊരു ചെറു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ കള്ളവാറ്റും അനാശാസ്യ പ്രവർത്തനവും നടക്കുന്നതാണെന്നും പോലീസ് ഉടനെ ഇടപെടണമെന്നുമായിരുന്നു. അപ്പോൾ ഇടപെടണ്ടേ? അങ്ങനെ ഒരു പോലീസ് ഇടപെടും, സ്വാഭാവികം. അപ്പോൾ ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ കോളിൻ്റെ വിശദവിവരങ്ങൾ ബന്ധപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ അറിയിച്ച അറിയിപ്പ് ലോക്കൽ പോലീസ് വളരെ ഗൗരവത്തിലെടുത്തു. അവിടെ ചെന്ന് അവരുടെ വീട്ടിൽ പരിശോധന നടത്തി. പോലീസ് ഒന്നും കണ്ടെത്തിയില്ല. അവർ തിരിച്ചു പോന്നു. പക്ഷെ അടുത്ത വീട്ടിലാണ് പിന്നീടാണ് അതിൻ്റെ ആൻറ്റി ക്ലൈമാക്സ്. ആ വീട്ടിലൊരു പെണ്ണ് കാണൽ ചടങ്ങുണ്ടായിരുന്നു. പെണ്ണ് കാണൽ ചടങ്ങിനായിട്ട് ചെറുക്കൻ കൂട്ടർ വന്നപ്പോൾ വീട് അന്വേഷിക്കുമല്ലോ, ഏതാ വീടെന്നൊക്കെ. അപ്പം നാട്ടുകാർ ഒന്നടങ്കം തിരിച്ചു വെച്ചു, അല്ല പോലീസ് റെയ്ഡ് നടന്ന വീടെന്ന്. നന്നായിട്ടില്ലേ? ആ ചെറുക്കൻ കൂട്ടർ തിരിച്ചു പോയതറിഞ്ഞ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. അതിവൈകാരികം ആത്മഹത്യ ചെയ്തു. ഇവിടെ ആരാണ് തെറ്റുകാർ? പോലീസുകാരാണോ അതോ നാട്ടുകാരാണോ അതോ അതികൈവാര്യത്തെ പെൺകുട്ടിയാണോ? ഇത്തരം കേസുകളിൽ നമുക്ക് കൃത്യമായി ഒരാളെ ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റില്ല എന്ന് തന്നെ. കാരണം ഈ സദാചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരെണ്ണം വന്നു കഴിഞ്ഞാൽ ഉടനെ പോലീസിന് ഇടപെടാതിരിക്കാനും പറ്റില്ല എന്നുള്ളതാണ്. ഇത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതിന് എന്താണൊരു പരിഹാരം എന്നല്ല, മറ്റൊരിടത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ കീഴിലുള്ള ഒരു നമ്പറിലേക്ക് പരാതി കൊടുത്താൽ അതിന് അന്വേഷണം വരുമെന്ന് പറഞ്ഞതോടെ ഒരുപാട് പരാതികൾ വരും. പക്ഷേ അത് എല്ലാം അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. സ്വാഭാവികമായും മറ്റു പോലീസുകാരെ ഡെപ്യൂട്ട് ചെയ്യും. അപ്പം എന്താ സംഭവിക്കുക?
അത് മിടുക്കരായ പോലീസുകാരെ ആയിരിക്കും ഇത്തരം കാര്യങ്ങളിൽ നിയമിക്കുന്നത്. പക്ഷേ പ്രഥമ ദൃഷ്ട്യാ അവർ മിടുക്കരാണെന്ന് തോന്നിയേക്കാം. അവരുടെ പ്രായോഗിക പരിചയക്കുറവും നിയമങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയും തെറ്റായ നിയമങ്ങൾ എടുക്കുവാൻ വഴിയൊരുക്കിയേക്കാം. ശാസ്ത്രീയമായി ചെയ്യേണ്ട പല കാര്യങ്ങളും ഇവർ ലാഘവത്തോടെ കാണുകയും തെറ്റായ തീരുമാനങ്ങൾ സ്വയം എടുക്കുന്നതായും കണ്ടുവരുന്നുണ്ട്. ഈ ജോലിക്ക് നിയുക്തരായ പലർക്കും ആവശ്യമായ യാതൊരു പരിശീലനവും ലഭിച്ചിട്ടില്ല എന്നത് ഗൗരവമേറിയ കാര്യമാണ്. ഇവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് പലതരത്തിൽ പരിശോധിക്കാനുള്ള സംവിധാനം പോലും എല്ലായിടങ്ങളിലും ഇല്ല. ഒരു നൂതന പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിൻ്റെ വരും വരായികളെക്കുറിച്ച് കൃത്യമായി പഠിക്കാൻ മെനക്കെടാറില്ല എന്നതാണ് വാസ്തവം. ഇത് 100% ശരിയാണെന്നുള്ളത് എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയാം. എൻ്റെ അനുഭവ കഥയാണ്. അതായത് ഞാൻ കൂടി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൽ ഒരു പയ്യനെ കൈയോടെ പിടിച്ചു, കൈക്കൂലി ചോദിച്ചു എന്നുള്ളതാണ് വിഷയം. ഒരു വാർത്ത കൊടുക്കുന്നത് സംബന്ധിച്ച് കൈക്കൂലി ചോദിച്ചത് നമ്മൾ കൈയോടെ പിടിച്ചതാണ്. വലിയ പ്രായമായൊന്നുമില്ല. പയ്യൻ്റെ അമ്മൂമ്മ ഒക്കെ വന്ന് കരഞ്ഞു പിടിച്ച് ഓഫീസിൽ നിന്ന് അത് പ്രശ്നം ഇല്ലാതെ ആക്കി, പോട്ട് സാരമില്ല ഇനി ആവർത്തിക്കരുതെന്നും പറഞ്ഞ് നമ്മൾ പറഞ്ഞു വിടുന്നു. പിന്നീട് ഞാൻ കേൾക്കുന്നത് പയ്യൻ ടെസ്റ്റ് എഴുതി പോലീസിൽ കയറാനായിട്ട് നടക്കുകയാണ് എന്നാണ്. ഞാൻ അപ്പോൾ ആലോചിക്കായിരുന്നു, ഈ ഇത്രയും മെൻറ്റാലിറ്റി ഉള്ള ഒരാൾ പോലീസിൽ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടെ നടക്കുക? ഇത്തരം സ്ക്രീനിങ്ങുകൾക്കൊന്നും യാതൊരു നിലപാടും ഇല്ല ഇവിടെ. എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ ഉണ്ടോ എന്ന്. പക്ഷെ ഒരാൾ ഈ സിസ്റ്റം എന്ന് പറയുന്നതിൽ ആരാണോ പ്രവർത്തിക്കുന്നത് അയാളുടെ മാനസിക നിലവാരം, അത് നന്മയാവാം, മുൻപ് പറഞ്ഞ പോലെ ഒരു ഗൃഹനാഥനെ പോലെ പ്രവർത്തിക്കണമെന്ന് വിചാരമുള്ള ആളാവാം, അല്ലെങ്കിൽ നിർത്തട കൊല്ലട വെക്കട എന്ന് പറയുന്ന ആ അധികാരം മാത്രം തുളുമ്പുന്ന ആൾക്കാരാവാം, എന്തുമാവാം. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അവസരമെങ്കിലും നമ്മൾക്കൊന്നും കൂടി ചിന്തിക്കാൻ കഴിയണം. നമ്മുടെ നീതി നിർവഹണ വ്യവസ്ഥ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അങ്ങനെ അല്ലെങ്കിൽ നമ്മളുടെ പല രാത്രികളും ശുഭരാത്രി അല്ലാതെ പോകും. ശുഭരാത്രി.